വിശാലിനെ പ്ലേ ബോയ് എന്ന് വിളിച്ചിരിക്കുകയാണ് സാചന. എൻ്റെ പൊന്നെ, വിശാലിന് യോജിച്ച സാധനമാണോ സാചന കൊടുത്തത്? വിശാല് തകർന്ന് തരിപ്പണമായി. എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിശാലങ്ങും കരഞ്ഞ് നിലംപതിച്ചിരിക്കുകയാണ്. കാരണം എന്നെ അങ്ങനെ പറഞ്ഞു, അതിനും മാത്രം ഞാൻ എന്തോന്ന് ചെയ്തു. പ്ലേ ബോയ് എന്ന സാചന, നിനക്കതിൻ്റെ അർത്ഥം അറിയാമോ? എനിക്കറിയാം, എനിക്ക് നല്ലോണം അറിയാം. അതാണ് ഇപ്പം ആളുകൾക്ക് തോന്നുന്ന സംഭവം, അതാണ് എനിക്കും തോന്നുന്ന സംഭവം അതാണെന്ന് സാചന പറയുന്നുണ്ട്. വിശാല് അങ്ങ് ഷോക്ക് അടിച്ച് കണക്കാവുന്നുണ്ട്. 8 കണ്ടസ്റ്റൻസ് ഇന്ന് റീ എൻട്രി ചെയ്തു. അത് എല്ലാവരും വന്നിട്ടുണ്ട്. പൊള്ളപ്പൻ സാധനങ്ങളാണ്. എൻ്റെ പൊന്നെ, പുറത്ത് നടക്കുന്ന എല്ലാം പറഞ്ഞു കൊടുത്തു കേട്ടോ. ഒന്നുമില്ല ഇനി പറയാൻ. മൊത്തം അത്രയ്ക്കും പറഞ്ഞു കൊടുത്തു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ബിഗ് ബോസ് പറയണേ ഇനി പുറത്ത് നടക്കുന്ന ഒന്നും പറയല്ലേ എന്ന്. എല്ലാം പറഞ്ഞു കൊടുത്തു. ആർക്കൊക്കെ പോസിറ്റീവാണ്, ആർക്കൊക്കെ നെഗറ്റീവാണ്, പുറത്ത് ആൾക്കാരുടെ ഏതൊക്കെ ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത് എന്ന് എല്ലാം പറഞ്ഞു കൊടുത്ത്. അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്. അർണവ്, എൻ്റെ പൊന്നെ, ഒടുക്കത്തെ ഷോ ഓഫിന് വേണ്ടിയിട്ടാണ് അർണവ് വന്നത്. അർണവ് അന്നത്തെ കലിപ്പൊന്നും തീർന്നിട്ടില്ല. അർണവ് വരുന്നുണ്ട്, ദർശ വരുന്നുണ്ട്, വർഷിനി മാത്രമേ വലിയ ഇമ്പാക്റ്റ് അല്ലാതെ ഉള്ളൂ. അർണവ് ഒടുക്കത്തെ ഷോ കാണിച്ച് ചൊറഞ്ഞ് കണ്ടസ്റ്റൻസിനെ ചൊറഞ്ഞ് വരാനാണ് നോക്കിയത്. പിന്നെ സുനിത വരുന്നുണ്ട്. സുനിത കുറേ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശാലിന് കുറേ കാര്യം സുനിത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വർഷിണി വരുന്നുണ്ട്, റിയ വരുന്നുണ്ട്, ശിവ വരുന്നുണ്ട്. വേറെ ലുക്കിൽ, മീശയൊക്കെ പഠിച്ച് വേറെ ലുക്കിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫാറ്റ്മാൻ വരുന്നുണ്ട്. ഫാറ്റ്മാൻ്റെ റിവ്യൂ ചെറിയൊരു മോശമില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. സാചന വരുന്നുണ്ട്. അങ്ങനെ ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് ലിസ്റ്റിലിട്ടിരുന്ന എല്ലാവരും, ഫാറ്റ്മാന്, അർണവ്, ദർശ, സുനിത, റിയ, വർഷിണി, ശിവ, സാചന, എല്ലാവരും വന്ന് പൊളിച്ചടുക്കുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ കൊടുക്ക നമുക്ക് തോന്നും. ചിലരുടെ കാര്യങ്ങൾ പേഴ്സണലി ദേഷ്യം വെച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിത് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി ഇവർ കളിക്കാനാണോ വന്നത്, ബിഗ് ബോസിന്റെ പ്രാങ്ക് ആണോ എന്നുള്ളത് ഇപ്പം എനിക്കും തോന്നുന്നു. കളിക്കാനായിട്ട് വന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നേ. പക്ഷേ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ലാസ്റ്റ് വീക്ക് ആയപ്പോൾ ഇനി അങ്ങനെ ചെയ്യുന്നത് ഒരു അൺഫെയർ ആണ് സംഭവം. പിന്നെ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട്. മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്ന് വർഷിണി പറഞ്ഞു. ഇനി നാളെ ആയിരിക്കും മിക്കവാറും മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെങ്കിൽ അത് നടക്കുന്നത്. മറ്റന്നാളായിരിക്കും അത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് എന്തായാലും നടന്നിട്ടില്ല, അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇന്ന് നടന്നതായിട്ടോ. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 93 ജനുവരി 7-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സും റിവ്യൂസും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ രാവിലെ 9 പാട്ട് കേൾക്കുന്നു. ഒരു സഭമോടുത്. വർഷിണിയും സുനിതയാണ് മെയിൻ ഡോറിൽ കൂടെ എൻട്രി ചെയ്യുന്നു. ഹഗ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ സുനിത പറയണേ എല്ലാവരും എന്താ വിഷമമായിട്ടിരിക്കുന്നത്? അപ്പോൾ എല്ലാവരും ബോർഡിൽ അവിടെ എഴുതി വെച്ചിരിക്കുകയല്ലേ ഇന്നലത്തെ കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ സുനിത വർഷിണി പോയി ബോർഡ് വായിച്ചു കൊടുക്കുന്നു. സുനിതയ്ക്ക് തമിഴ് വായിക്കാൻ അറിയത്തില്ലല്ലോ. അപ്പം ഓരോരുത്തരെയും ഗെയിമിനെ കുറിച്ച് പറയുകയാണ് സുനിത. ജാക്ലിനെ, നിന്റെ ഗെയിം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? നിനക്ക് എപ്പോഴും ഇവിടെ ഒരു തുണ വേണം. നീ തനിയാണ്, ഒറ്റയ്ക്കാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഇവിടെ തുണ വേണ്ടത് നിനക്കാണ്. പിന്നെ മഞ്ചേരി പോയപ്പോൾ നീ ആരുടെ കൂടെയാണ്? ഇപ്പം നീ മുത്തുവിൻ്റെ കൂടെയാണോ നിൽക്കുന്നത്? വോട്ട് കൗണ്ട് എവിടെയാണോ ഉള്ളത് അങ്ങോട്ടാണ് ജാക്ലിൻ നിൽക്കുന്നത്, അല്ലേ ജാക്ലിനെ? പിന്നെ എല്ലാ വീക്കും നീ എങ്ങനെയാണ് സൗന്ദര്യ സേവ് ആവുന്നത്? എന്ത് കോൺട്രിബ്യൂഷനാണ് നീ ഇവിടെ കൊടുക്കുന്നത്? അപ്പോൾ സൗന്ദര്യ, ഞാനിവിടെ ചെയ്യുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാനിവിടെ ഗെയിം കളിച്ചു, എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു, ഞാനിവിടെ ചുമ്മാ ഇരിക്കുന്നില്ല. അപ്പോൾ സുനിത പറയണം, അയ്യോ ഞാൻ നീ ദേഷ്യപ്പെടാമെന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ജസ്റ്റ് ചോദിച്ചല്ലേ ഉള്ളൂ. അതിനുശേഷമാണ് സുനിതയും വിശാലുമായിട്ട് സംസാരിക്കുകയാണ്. വിശാലിൻ്റെ അടുത്ത് സുനിത പറയുകയാണ്, നീ എന്തായാലും അവിടെ കാണിക്കുന്ന ട്രയാങ്കിൾ ആണോ? എല്ലാവരുടെ അടുത്തും നിനക്ക് ഇഷ്ടമുണ്ടല്ലോ, ട്രയാങ്കിൾ ലവ് സ്റ്റോറി ആണോ? ഇല്ല, ഞാൻ സ്ക്വയറാണ് കാണിക്കുന്നത് എന്നിങ്ങനെ വിശാല് ജോക്കായിട്ട് പറയുന്നു. പക്ഷെ ഇതിൻ്റെ പിന്നാലെയാണ് വിശാലിന് പടപടാ കിട്ടുന്നത്. സുനിതയും വിശാലോട് ഒറ്റയ്ക്ക് പോലും സംസാരിക്കുമ്പോൾ സുനിത പറയാണ്, നീ എന്തിനിവിടെ ട്രയാങ്കിൾ കളിക്കുന്നു? അപ്പോൾ വീണ്ടും ഈ സാധനം സുനിത ചോദിക്കുമ്പോൾ വിശാലിന് ഒരുമാതിരിയെ, എനിക്ക് തർഷികയോട് ലവ് ഇല്ലായിരുന്നു, അത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സുനിത പറയണം, ഓക്കെ നീ അവളെ വേണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് പിന്നെ നീ എന്തിനാണ് വേണ്ടെന്ന് പറയുന്നു, പിന്നെ വീണ്ടും ഒട്ടുന്നു. ഒരു തവണയല്ല 2 തവണ, എത്ര തവണയാണ് വിശാൽ പറയണം, അവൾ എനിക്ക് റിങ് തന്നിട്ട് പോയി അവളുടെ അമ്മയുടെ. പിന്നെ അസിൻ പോയപ്പോൾ, അൻഷിത പോയപ്പോഴും എനിക്ക് ചെയിൻ തന്നിട്ട് പോയി അവളുടെ അമ്മ കൊടുത്തത്. അപ്പോൾ സുനിത പറയണം, നീ ഒരു മന്മഥനാണ്, ഇങ്ങനെ അമ്പ ചെയ്യും പോലത്തെ. മന്മഥൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു കാമദേവൻ, ആ ഒരു സംഭവമാണ്. ഇങ്ങനെ അമ്പ ചെയ്തിടുങ്ങളൊക്കെ. എന്താ വിശാല ഇത്? വിശാൽ പറയണേ, ഞാനൊക്കെ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ആണെന്നുള്ള കാര്യം. അപ്പോൾ സുനിത പറയണേ, അൻഷിത പോയപ്പോൾ നീ എന്താ അൻഷിത നിന്റെ ചെവിയിൽ പറഞ്ഞിട്ട് പോയത്? നമ്മളെല്ലാവരും കേട്ടു. വിശാൽ പറയണം, അത് എൻ്റെ ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും തർഷികയുടെ കേസ് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മനസ്സിലായി കുറച്ചൊക്കെ. അപ്പോൾ സുനിത പറയണേ, 2 പേര് പുറത്തായിരിക്കുകയാണ്, നിന്റെ കൂടെ കൂടിയാണ് 2 പേര് പുറത്തായത്. വിശാൽ പറയണേ, ഞാൻ കാരണമാണോ പുറത്തായത്? അപ്പോൾ സുനിത പറയണേ, നിന്റെ ട്രയാങ്കിൾ കാരണമാണോ പുറത്തായത്? നിനക്കിപ്പോൾ കൺമണിയെ വേണോ അതോ ഖദീജയെ വേണോ? നീ ഇവിടെ എന്തോ റാംബോ കളിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നെ സുനിത വേറെ ലെവല്. കൺമണി, ഖദീജ, ആ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ?
KRK അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ആ സിനിമയുടെ പേര്. രണ്ടുപേരെ സ്നേഹിക്കുന്ന വിജയ് സേതുപതിയുടെ ഒരു സിനിമയാണ്. അപ്പം നീ ഇവിടെ ഒരാൾ കൺമണി, ഒരാൾ ഖദീജയാണോ, നീ ഇവിടെ അതാണോ കാണിക്കുന്നത്? അപ്പൊ ദീപക് അങ്ങോട്ട് വന്നിട്ട് നമുക്ക് അങ്ങനെയും തോന്നിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ സുനിത പറയാണ്, അൻഷിതയുടെ മേലെ നിനക്കൊരു ഫീലിങ്സ് ഉണ്ട് ഇല്ലേ? വിശാൽ പറഞ്ഞു, ഇല്ല, നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ സുനിത പറയണത്, അവള് ലാസ്റ്റ് ഇറങ്ങി പോകാൻ നേരത്ത് നിന്റെ ചെവിയിൽ എന്താ പറഞ്ഞത്? അപ്പൊ വിശാൽ, അത് ഒരു പേരാണ് പറഞ്ഞത്, നമ്മള് പുറത്തു ഒരാളുമായിട്ട് ഇതാ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പൊ ആ ഒരു കേസാണ്, ആ പേരാണ് പറഞ്ഞത്. അപ്പൊ സുനിത പറയാണ്, അതിനുശേഷം നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് ചിരി ഉണ്ടായിരുന്നു വിശാലെ, അപ്പൊ അതിന് മാത്രം എന്തോ ഒരു സാധനമല്ലേ പറഞ്ഞത്? വിശാല് പറയാണ്, അത് അസിനുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നു, പക്ഷെ ക്ലോസ് ആണ്, പക്ഷെ തർഷികയായിട്ട് അത്രയും ക്ലോസ് അല്ല. അപ്പൊ സുനിത പറയാണ്, നീ ഇവിടെ ചാവി കുത്തി കറക്കുന്ന പാവകളായിരുന്നു ഇവിടെ അവർ രണ്ടുപേരും. വിശാല് പറയാണ്, നീ 35ാമത്തെ ദിവസം പോകുമെന്ന് എനിക്ക് അറിയായിരുന്നു സുനിത എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വിശാലിന് നല്ല മനസ്സിലാവുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട്. കുറച്ച് കഴിയുന്നു, ഫാറ്റ്മാന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്, ഞാൻ വരണ്ടേ, എന്നെ വരണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് കൺഫെഷൻ റൂമിൽ നിന്ന് ഫാറ്റ്മാൻ വരുന്നു, ഹഗ് ചെയ്യുന്നു. ഫാറ്റ്മാൻ പറയാണ്, ഡിസർവിങ് ആയിട്ടുള്ള ഒരു 8 ആണ്, ഡിസർവിങ് 8 ആണ് ഇപ്പൊ വീട്ടിലുള്ളത്. എന്ത് ഡിസർവിങ് ആടേ, എന്ത് ഡിസർവിങ്? നല്ലൊരു കുറെ പേര് തെറിച്ച് പോയിട്ട് ഈ ഫാറ്റ്മാൻ ഉൾപ്പെടെ ഈ ഡിസർവിങ്ങിൽ വരാനുള്ളതാണ്. അപ്പം ഡിസർവിങ് ആയിട്ടുള്ള 8 ആണിത്. പിന്നെ നമ്മുടെ സീസണാണ് ഏറ്റവും ബെസ്റ്റ്, കാരണം ബോയ്സും ഗേൾസും അത് മാത്രമല്ല പല ഹിസ്റ്ററീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സീസണാണ് നമ്മുടേത്. എന്നിട്ട് ഓരോരുത്തരെ പറ്റിയുള്ള ഒപ്പീനിയൻ പറയണം. ദീപക്കെ, നിങ്ങൾ ഈ 93 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാണിക്കാനുള്ള പരമാവധി കാണിച്ച് എല്ലാ ക്രിയേഷൻസും കാണിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടങ്ങളൊക്കെ കിട്ടും. അത്ര അടിപൊളിയായിട്ടാണ് നിങ്ങൾ ചെയ്തത്. ഫാദർ ഓഫ് ദ കിച്ചൺ ആണ് നിങ്ങൾ ഈ സീസണിന്റെ. ഇതുവരെ മദർ ഓഫ് ദ കിച്ചൺ ആണ്, ഈ സീസൺ നിങ്ങൾ ഫാദർ ഓഫ് ദ കിച്ചൺ ആണ്. അരുണേ, നിങ്ങൾ സ്ട്രോങ് ആണ്, ആദ്യത്തെ ഈ വീട്ടിലെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് നിങ്ങളാണ്, കാരണം മുത്തുവിനെതിരെ ആദ്യം എതിർത്തത് നിങ്ങളാണ്. സോ നിങ്ങളൊരു നല്ലവൻ കൂടിയാണ്. റയാനെ, എനിക്ക് റിഗ്രറ്റ് ഉണ്ട്, നിന്റെ കൂടെ കളിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചു. സർവൈവൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവൽ ടാസ്ക് ആണെന്ന് കാണിച്ചു കൊടുത്ത നീയാണ്, നീ ടാസ്ക് ബീസ്റ്റ് ആണ്. വിശാലെ, നീ ഹീറോ ആണ്, നീ എന്റർടൈനർ ആണ്, പക്ഷെ ഇനിയും നീ പല കാര്യങ്ങളും മുന്നേറി പോകാൻ നിന്നെ കൊണ്ട് പറ്റും. ജാക്ലിൻ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ബിഗ് ബോസ്, എല്ലാ ആഴ്ചയും നോമിനേഷൻ വന്നിട്ടുള്ള ആളാണ് നീ. സൗന്ദര്യ, സിൻഡ്രല്ല ഓഫ് BB8 ആണ് നീ റിയൽ ആണ്, നീ തനിയെ പോയാൽ മതി, നിന്നെ കൊണ്ട് പറ്റും, നീ ഒറ്റയ്ക്ക് പോകാൻ നിന്നെ കൊണ്ട് പറ്റും. പവിത്രമായ പ്ലെയർ ആണ് നീ ഒരു ലേഡി ബീസ്റ്റ് ആണ്. ഓക്കെ സൗന്ദര്യ, പിന്നെ നീ സീസൺ 1 ഓവിയുടെ മറ്റൊരു വെർഷനാണ്. അപ്പൊ മുത്തു, നിന്റെ സൗണ്ട്, നിന്റെ പേച്ചിത്തനമ, നിന്റെ മൊഴി, നിന്റെ ശബ്ദം, അതിലാണ് നിന്റെ എല്ലാം ഇരിക്കുന്നത്. ഇൻസ്പയറിംഗ് പേഴ്സൺ ആണടാ നീ എന്നെല്ലാം ഫാറ്റ്മാൻ പറഞ്ഞു കൊടുക്കുന്നു. സുനിത പുറത്തു വന്നിട്ട് വിശാലിന്റെ കാര്യം ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. ഫാറ്റ്മാനും വന്നിട്ട് പറയുമ്പോൾ ഫാറ്റ്മാൻ പറഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ എനിക്ക് എതിർപ്പുകൾ ഉണ്ട് കേട്ടോ. അടുത്ത് റിയ വരുന്നു കുറച്ച് കഴിഞ്ഞിട്ട്. എല്ലാവരും ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുന്നു. എന്നിട്ട് റിയയ്ക്ക് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നു. 3 കാർഡുണ്ട് റിയയുടെ കയ്യിൽ. യുവർ ഗെയിം ഈസ് ഓവർ എന്നാണ് ആ കാർഡിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഗെയിം തീർന്നു, 3 പേർക്ക് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഞാൻ പവിത്രയ്ക്ക് കൊടുക്കുന്നു, കാരണം പവിത്ര വെരി സ്വീറ്റ് സോളാണ്, പക്ഷേ ഗെയിം വൈസ് പവിത്ര തീർന്നു. പിന്നെ അരുൺ, നിങ്ങൾ ആദ്യം സ്മാർട്ടായിരുന്നു, വൈൽഡ് കാർഡ് വന്നപ്പോൾ ആക്റ്റീവായി, ഇപ്പോൾ വീണ്ടും സൈലന്റ് ആയി, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഗെയിം തീർന്നു. വിശാൽ ഇപ്പം അസിൻ പോയതിനു ശേഷം വിശാൽ ഭയങ്കര ഡൗൺ ആണ് എന്ന് പറയാൻ 3 പേർക്ക്, പവിത്രയ്ക്കും അരുണിനും വിശാലിനും യുവർ ഗെയിം ഈസ് ഓവർ ആ സാധനം കൊടുക്കുകയാണ്. അതിനുശേഷം ബാഡ്ജ്, എൻ്റെ കയ്യിലൊരു ബാഡ്ജ് ഉണ്ട്, എനിക്ക് മുത്തു തന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഔട്ടായപ്പോൾ മുത്തു തന്ന ബാഡ്ജ് ഞാൻ മുത്തുവിന് തന്നെ കൊടുക്കുന്നു. മുത്തുടാ, സൂപ്പർഡാ, തളരരുത് എന്ന് പറയുകയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസിൽ നിന്നും അവർക്ക് മനസ്സിലാവുന്ന സാധനം മുത്തു വിന്നർ ആകും എന്നുള്ള കാര്യം ഇവർക്ക് ഏതാണ്ട് പിടി കിട്ടുന്നുണ്ട്. കാരണം മുത്തുവിന് അത്രയ്ക്ക് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് റിയയും വിശാലിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയാണ്, എടാ സ്കൂൾ ടാസ്ക് നടന്നപ്പോൾ തന്നെ തർഷിക നീയുമായിട്ടൊരു ഇഷ്ടത്തിലുണ്ടായിരുന്നു, തർഷികയ്ക്ക് നിനടുത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കും ഇഷ്ടമുണ്ട്, നിനക്ക് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നമുക്കത് കാണുന്നവർക്ക് മനസ്സിലായി. പിന്നെ തർഷിക പോയതും നീ അൻഷിതയോട് പെട്ടെന്ന് ഒരു ഫ്രണ്ട് പോലെ അല്ല മാറിയത്, അത് നിനക്ക് തർഷികയോട് പറയാമായിരുന്നു. അൻഷിതയോട് നീ നിനക്ക് മുൻപ് തന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത് നിനക്ക് പറയാമായിരുന്നു. അവളുടെ ഗെയിം തൊലഞ്ഞുവേടാ, തർഷികയുടെ ഗെയിം നീ കാരണമാണ് തൊലഞ്ഞത്. അപ്പോഴത്തേക്കും വിശാല്, ഞാൻ തർഷികയോട് പറഞ്ഞിരുന്നു എനിക്ക് ലവ് ഇല്ല എന്നുള്ള കാര്യം, എനിക്കൊരു ട്രോമ ഉണ്ടായിരുന്ന കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞിരുന്നു, അവളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറ എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ റിയ പറയാണ്, തർഷിക പോയതും അതേ സെയിം ഫീലിംഗ് നീ അൻഷിതയോട് കാണിച്ചു, ഒരു ഇമോഷണൽ കണക്ഷൻ നീ കാണിച്ചത് ഭയങ്കര അൺഎത്തിക്കലായി പോയടാ എന്ന് പറയുന്നു. അടുത്ത് അരുണും വിശാലോട് സംസാരിക്കുകയാണ്. അരുൺ പറയാണ്, എടാ ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നീ ഒബ്സർവ് ചെയ്യേ, നിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നീ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ വിശാൽ പറയാണ്, എനിക്കറിയാം എന്താണ് ഞാൻ ഇവിടെ ചെയ്തതെന്നുള്ള കാര്യം, ഞാൻ അസിനുമായിട്ട് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായെങ്കിൽ അത് ഞാൻ പുറത്തു പോയി അത് കാണിക്കത്തുള്ളൂ, അത് വേറൊരു കാര്യം. പിന്നെ 2 പേർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഈ തർഷികയും അൻഷിതയും വന്ന അടുത്ത് പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെയ്തത് മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കും, അല്ലാതെ ഞാനത് വിശ്വസിക്കത്തില്ല. കുറച്ച് കഴിയുന്നു, അടുത്ത പാട്ട്, ഹേ സൂപ്പർ സ്റ്റാർഡാ വന്താ സന്താ സോഡാ ചിക്കുമ ഒരു ഹാർട്ട് ബീറ്റേ. ആരാ? ദർശയും അർണവും. എൻ്റെ പിന്നെ അർണവ് വേറെ ലുക്കിൽ, താടിയൊക്കെ വെച്ച് വേറെ സെറ്റ് ലുക്കിൽ.
അർണവ് എന്നിട്ട് വരുന്നു, ഫസ്റ്റ് തന്നെ ഒന്ന് ബോർഡ് നോക്കുന്നു, ആർക്കും കൈ കൊടുക്കുന്നില്ല, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല, ഒറ്റയ്ക്ക് നേരെ കയറി പോകുന്നു, ഫാറ്റ്മാനെ മാത്രം കെട്ടിപ്പിടിക്കുന്നു. ദർശ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു. ദർശ ജാക്ലിൻ അടുത്ത് ഞാൻ നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു ജാക്ലിൻ, സോറി. അടുത്ത ദർശ നേരെ വന്നിട്ട് പറയാണ്, എന്നെ ഇവിടെ ഡൗൺ ആക്കി കരയിച്ച് ഇവിടെ ഉള്ളവരൊക്കെ പുറത്താക്കി, ഇത് എൻ്റെ സെക്കൻഡ് ചാൻസ് ആണ്, ഞാനത് നന്നായിട്ട് ഉപയോഗിക്കും. ദർശ എന്താണെന്ന് കാണിക്കാനാണ് വന്നത്. മുത്തു, നീ എൻ്റെ ബോർഡിൽ എന്താ അവിടെ എഴുതി ഒട്ടിച്ചിരുന്നത്? എനിക്ക് കളിക്കാൻ അറിയില്ല എന്നല്ലേ? നിന്നെപ്പോലെ എനിക്കറിയത്തില്ല മുത്തു, ഓരോരോ കാര്യങ്ങൾ മാറ്റി പറയാനും എൻ്റെ ഫുഡ് വന്ന് കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മറ്റടുത്ത് പോയിട്ട് ഫുഡിന് എരിയില്ല പുളിയില്ല എന്നൊക്കെ പറയാൻ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല മുത്തു. തീർന്ന വിഷയം സംസാരിച്ച് നീ വലുതാക്കി. ഇവിടെ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയായിരുന്നു, പിന്നാടി പറയണ്ടായിരുന്നു. അപ്പം മുത്തു പറയുന്നത്, സോറി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ കാരണം എന്താണെന്ന് പറഞ്ഞാൽ തിരക്കാതെ കരയും, അതുകൊണ്ടാണ്. ഓക്കെ. അരുൺ, നീ എന്താ പറഞ്ഞത്? ഞാൻ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നോ? നീ ഇവിടെ ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നീ ഇവിടെ ഭാരതി കണ്ണമ്മ സീരിയൽ പോലെയാണ് നീ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗന്ദര്യയെ, നീ എന്താ പറഞ്ഞത്? വീട്ടിൽ നിന്ന് വരുമ്പോൾ വലിയ ആൾക്കാരെ കൂടി വിളിച്ചോണ്ട് വരണമെന്നോ? നീയാണ് ഇവിടുത്തെ കുഞ്ഞ്, നിനക്ക് ഇവിടെ 4 ആൾ വേണം, നീ ആദ്യം വിളിച്ചോണ്ട് വാ. അടുത്ത് വിശാലെ, നീ ഇവിടെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞില്ലേ ഞാൻ വന്നാലും? നീ ഇവിടെ വല്ലതും ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ, വലിയ കാര്യം. നിനക്കെന്താ ഉള്ളത്? ലവ് സ്ട്രാറ്റജി ആണോ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി ആണോ? എന്തായാലും രണ്ടുപേരെ നീ പുറത്താക്കിയല്ലോ, കൊള്ളാം. ദീപക്കെ, പിന്നെ ഞാനിവിടെ മേക്കപ്പ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ പലരും അവരുടെ മുഖമേ മേക്കപ്പ് ചെയ്തുകൊണ്ടാണ് അവരുടെ നിൽക്കുന്നത്. പിന്നെ ജാക്ലിൻ, നീ പോയി കഴിഞ്ഞാൽ നന്നാകുമെന്നൊക്കെ ഞാൻ ആദ്യം കരുതി, പക്ഷെ സോറി, എനിക്ക് നിന്റെ അടുത്ത് മാത്രമാണ് സോറി പറയാനുള്ളത്. പവിത്ര ഓക്കെയാണ്, പവിത്ര എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, പവിത്ര കാണിക്കുന്ന റിയൽ ആണോ ഫേക്ക് ആണോ എന്നറിയില്ല, പക്ഷെ കുറച്ച് പോരായ്മകൾ പവിത്ര മറച്ചു വെച്ച് കളിക്കുന്നുണ്ട്. മുത്തു, നിന്റെ ഫേസ്, നിന്റെ ചിരി, നിന്റെ തലയാട്ട്, എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നിന്റെ എക്സ്പ്രഷൻ അങ്ങനെ ഇരിക്കും. നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ ഇരിക്കും. അപ്പൊ കൊള്ളാടാ, നിന്റെ ഒരു നടികൻ, നീ ഒരു നല്ല നടികനാണെന്ന് പറയുന്നു. ദർശയും വന്ന് എല്ലാവരെയും മുഖത്ത് നല്ല ആഞ്ഞടിച്ചാണൊക്കെ തന്നെയാണ് കേട്ടോ പ്രതികരിക്കുന്നത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ദർശ ഒരു ഫയർ മോഡില്. അടുത്ത് അർണവ്, എൻ്റെ പൊന്നെ, അർണവിന്റെ ഷോ ഓഫ് കാണണം. അർണവ് ഫസ്റ്റ് തന്നെ പറയാം, ലിവിംഗ് റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട എങ്കിൽ ഞാനിപ്പോൾ മറുപടി തരും. പിന്നീട് ഞാൻ പറയുമ്പോൾ എൻ്റെ ഇടയ്ക്കറി പറയുക. അപ്പം റിയ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി പോയപ്പോഴത്തേക്കും ഇവരോടൊരു വിരോധം കാണിക്കുക? സ്റ്റേജിൽ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. പറഞ്ഞോ പറയാണ്, ഇവിടെ ഒരു ജാൾഡ്ര ഗ്രൂപ്പ് ഉണ്ട്, കുറേ പട്ടം എനിക്ക് തന്നു, സൊമ്പ് തൂക്കി, നടികൻ, ഡ്രാമ കിങ്. എന്നിട്ട് ഇവിടെ അപ്പോൾ എനിക്ക് ഈ സമയം ഞാൻ ഇവിടെ നിന്ന് ഔട്ടായപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല, അതാണ് ഞാൻ അവിടെ പോയിട്ട് പ്രതികരിച്ചത്. അല്ല, പിന്നെ ഇവിടെ ഏതോ ഒരു ആഴ്ചയിൽ സൗന്ദര്യം ഇവിടെ തറയിലിരുന്നപ്പോഴത്തേക്കും ഒരു പയ്യൻ അവരോട് വഴക്കുള്ളിൽ. ആരായിരുന്നു പയ്യൻ? അപ്പോൾ വർഷണി, സത്യ അല്ലേ? ഓ, സത്യ. പിന്നെ ഒരു പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരു ഞോണ്ടുന്നൊരു പയ്യൻ, ഞോണ്ടിയിട്ട് പോയി തടവുന്നൊരു പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതാരായിരുന്നു? ജഫ് ഇവിടെ പോയി. അപ്പോഴത്തേക്കും എന്തിനാണ് ഇങ്ങനെ അർണവ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർണവിന് കുറച്ച് പേര് പറഞ്ഞിരിക്കുന്നത് ഇനിയെങ്കിലും ഷോ എന്താണെന്ന് കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ് കുറച്ച് പേര് പറഞ്ഞിരിക്കുകയാണ്. ഷോ കാണാതെ വരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അർണവ് ഷോ കാണാത്തതുപോലെ ആക്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവരോടും അങ്ങ് പ്രതികരിക്കുന്നത്, അർണവ് കൺട്രോൾ യുവർ സെൽഫ്, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. ജെഫ്രി ഇവിടെ ഇല്ല എന്നുള്ള കാര്യം, സത്യ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം നിനക്ക് വ്യക്തമായിട്ടാണ്. നീ എന്തിനാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോഴേ നിങ്ങൾ മര്യാദ സംസാരിക്കും. നിങ്ങൾ പറഞ്ഞാൽ കേട്ടോണ്ടാണ് നമ്മളിവിടെ ഇരിക്കും. അപ്പം നിങ്ങൾ മര്യാദ, അപ്പോൾ ഇത് എൻ്റെ സ്പേസ് ആണ്, എനിക്ക് സംസാരിക്കാൻ സമയം തന്നിട്ടുണ്ട്, നിങ്ങൾ മിണ്ടാതിരിക്കും. ഞാൻ നിങ്ങളോട് ആദ്യം ചോദിക്കാൻ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അർണവ് ഒരുമാതിരി എല്ലാം മറന്ന രീതിയിൽ സംസാരിക്കണം. എന്നിട്ട് അർണവ് ഷോ ഓഫ് കാണിച്ചുകൊണ്ട് ചാവടി ലക്ക ഇപ്പോഴത്തെ റീലില്ലേ, കോമഡി ലക്ക ആ സാധനം ഇങ്ങനെ പറയണം. അപ്പം മുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുവാണ്. മുത്തു പറയണം, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം അർണവ്, നീ പറയുന്നൊക്കെ നമ്മൾ കേൾക്കാം, പക്ഷെ നീ വാക്ക് സൂക്ഷിച്ച് ഉപയോഗിച്ചോണം കേട്ടാ. അപ്പൊ അർണവ് പറയണം, റയാനെ ടിക്കറ്റ് ഫിനാലെ കിട്ടി, കൺഗ്രാറ്റ്സ്, എനിക്ക് 2 ഫേവറേറ്റ്സ് ഇവിടെ ഉണ്ട്, മുത്തും ദീപക്കുമാണ്. മുത്തു, നീ നല്ല സ്ട്രാറ്റജിയാണ് പ്ലേ ചെയ്യുന്നത്, ഫ്രം സ്റ്റാർട്ടിങ് നീ സൂപ്പറാണ്. ദീപക്കണ്ണ, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഓഫ് ആയിരുന്നു, പക്ഷെ ഇപ്പം നിങ്ങൾ സൂപ്പറാണ്. പിന്നെ വേസ്റ്റ് ആയിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. സൗന്ദര്യ, 14 ദിവസത്തിന് ശേഷം നിന്റെ ഒരു 45 മിനിറ്റത്തെ സംഭവം ഉണ്ടെന്നല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജാക്ലിൻ, ഹാറ്റ്സ് ഓഫ്, നീ സ്ട്രഗിൾ ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. പവിത്ര, നീ ഏഞ്ചൽ ആയിരുന്നപ്പോൾ സൂപ്പർ ആയിരുന്നു. അരുൺ, എനിക്ക് നിന്റെ ഒരു കാര്യം കറക്റ്റ് ചെയ്യാനുണ്ട്, നീ ഇവിടെ റൂമിൽ വന്നിട്ട് നീ ഹീറോ ആണെന്നുള്ള ഒരു തലക്കനം നിനക്കുണ്ട്, അത് നിനക്ക് വേണ്ട. വിശാലെ, നീ കുറേ പിറകിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വേണം. നിനക്ക് ഞാനൊരു ഓപ്പൺ ചലഞ്ച് തരാം, ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വരെ, ഇനി ഞാനിവിടെ ഉണ്ടല്ലോ, നിനക്ക് എന്നെ പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം, ഓക്കെ? പിന്നെ നിനക്കിവിടെ എന്താ ലവ് ആണോ ഉള്ളത്? അപ്പോൾ വിശാൽ പറയണം, ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ ഒന്ന് പറയാറുണ്ടവേ എന്നിങ്ങനെ പറയണം. അപ്പം ആരടുത്താ ഉള്ളത് അവർക്ക് അറിയില്ലേ, എനിക്കിപ്പോൾ ആരടുത്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലവ് അറിയില്ലേ? ആരടുത്താ ഉള്ളത് നമുക്ക് അറിയാമല്ലോ. പറഞ്ഞോ പറയാൻ, നിനക്ക് ലവ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ ഉള്ളത്? അൻഷിയുടെ അടുത്തും ദർശികയുടെ അടുത്തും അതെനിക്ക് ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അരുൺ പറയാണ്, ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയട്ടെ, എന്താ അർണവേ, സൊമ്പ് തൂക്കി, ഡമക്ക് ഡപ്പ, വിശാല്, നമ്മുടെ അർണവ് പറയണം, അരുണെ, നിനക്ക് ഞാൻ ഓരോരുത്തർക്കും ഓരോ വട്ടപ്പേര് പറഞ്ഞുതരാം. അരുൺ സൊമ്പ് തൂക്കി അല്ലെങ്കിൽ ഡമക്ക് ഡപ്പ, വിശാൽ വല്ലഭൻ അല്ലെങ്കിൽ മന്നവൻ,
പിന്നെ അവിടെ ഒരാളെ ഷട്ട്ലെസ് ആയിട്ട് നടന്നല്ലോ, ഷട്ട്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള സത്യമാണ്. അപ്പോഴത്തേക്കും അരുൺ, നീ ഇവിടെ എന്താ തനിയാണോ വന്നത്? അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എല്ലാവരുടെയും കണ്ണിൽ വിരലിട്ട് കുത്താനാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിയാനാണ്, ഞാൻ കണ്ണ് കടിക്കാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോഴത്തേക്കും അർണവ് പറയാണ്, ഞാൻ എപ്പോഴും തനിയെ തന്നെയാണ് വന്നിരിക്കുന്നത്, എപ്പോഴും ഞാൻ തനിയല്ല, നിങ്ങളെപ്പോലെ ഗ്രൂപ്പുകളിയല്ല എൻ്റെ പരിപാടി. അപ്പോൾ വർഷം പറയണേ, ഡേയ് ആരുടെ കാര്യം നീ ഷർട്ടില്ലാതെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സത്യമാണത്, അത് അവൻ്റെ ഇഷ്ടമാടാ, ഷർട്ടില്ലാതെ നടക്കുന്ന അവൻ്റെ ഇഷ്ടം. പറഞ്ഞോ പറയാണ്, ചിലർക്ക് നെഗറ്റീവ് ചെന്നാൽ പോസിറ്റീവ് ആകും എന്നൊക്കെ പറയുന്നു. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോകുന്നു അവിടെ നിന്നും. അപ്പോൾ അരുൺ പറയാണ്, എൻ്റെ പൊന്ന് അർണവെ, സ്നേഹം കൊണ്ട് പറയും, അല്ല അരുണെ, അർണവ് പറയാണ്, അരുൺ നിനക്ക് സ്നേഹമുണ്ട്, നാച്ചുറലാണ്, കുറേ കാര്യങ്ങൾ വിശാലിനും സ്നേഹമുണ്ട്, അതൊക്കെ അംഗീകരിക്കുന്നു. അപ്പോൾ അരുൺ പറയാണ്, വിത്ത് റെസ്പെക്ട് ഒരു കാര്യം പറയാം, 93 ദിവസം ഇവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ അക്സെപ്റ്റൻസ് എന്നുള്ള കാര്യം മുഖ്യമാണ്. നീ ഓൾസോ ഒരു ഗുഡ് ഗൈ, നീ എന്തെങ്കിലും നിന്നെ ആരെങ്കിലും പറഞ്ഞാൽ നീ ഇത് അക്സെപ്റ്റ് ചെയ്യും, ശരി തെറ്റെന്നുള്ള അല്ല, പ്രതികരിക്കാൻ പോണതിന് മുന്നേ അത് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ നിന്നെ സ്വമ്പ് തൂക്കിയെന്ന് നീ ഇപ്പോൾ എന്നെ പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നല്ലത്, അല്ലാതെ അർണവ് എന്നെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പ്രതികരിക്കാൻ പോകേണ്ട ഒരു ആവശ്യമില്ല, ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് പിടിക്കും, നിനക്ക് ഇഷ്ടപ്പെടും എന്നിങ്ങനെ. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അർണവ് പറയണം, എനിക്കൊരു ടാസ്ക് തന്നിട്ടുണ്ട്, ഇവിടെയുള്ള 3 പേരെ മാറ്റിയിട്ട് അതിൽ ഒരാൾ എനിക്കാകണം എന്നുള്ള ഒരു ടാസ്ക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള 3 പേര് സൗന്ദര്യ, അരുൺ, വിശാൽ, നിങ്ങൾ ആരെങ്കിലും റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ കയറും എന്നാണ് അരുൺ പറയുന്നത്. അർണവ് പറയുന്നത് അർണവിന് കൊടുത്തിട്ടുള്ള ടാസ്ക്. അതിനുശേഷം സാച്ചനയും ശിവയും എൻട്രി ചെയ്യുന്നു. വേറെ ലുക്കിലാണ് ശിവയൊക്കെ വരുന്നത്. ശിവ വന്ന് കുറേ ഒരു ബൗളിൽ കുറേ ചിറ്റുകളുണ്ട്, അത് പ്രേക്ഷകരുടെ എന്താ പറയുക അഭിപ്രായങ്ങളാണ്. അപ്പോൾ അതിനകത്തുള്ള സാധനങ്ങൾ വായിക്കുകയാണ്, വേറെ ഒന്നുമില്ലത് വായിക്കുന്നുണ്ട്. ഇവിടെ ഓരോ തവണയും ക്ലാപ്സ് മാറി മാറി വരുമ്പോൾ ഫ്രണ്ട്സിനെ മാറ്റുന്ന ആൾ ഇവിടെ ഉണ്ട്. പുതിയ ഫ്രണ്ട് ആരാണ്? ഈ ആഴ്ചയുള്ള മുത്തുവാണോ, അത് കഴിഞ്ഞ ആഴ്ചയുള്ള റയാനാണോ, അതിന് മുന്നേ ഉള്ള സൗന്ദര്യമാണോ? പറ ജാക്ലിൻ. അത് ഒന്നാമത്തെ ചിറ്റ്. രണ്ടാമത്തത്, എന്താടാ റയാൻ, ഇവിടെ അക്കയും നിന്റെ ചേച്ചിയും ഫ്രണ്ടൊക്കെ വന്ന് പറഞ്ഞപ്പോൾ നന്നായിട്ടുണ്ടോ? പിന്നെ ഇത് വിശാൽ, അത് നമ്മുടെ റയാൻ. അടുത്ത്, ലവ് കണ്ടന്റ് മാത്രം എന്റർടൈൻമെന്റ് ആയിട്ട് ഇവിടെ കൊണ്ടുപോകുന്ന വിശാലേ, നീ ഒരു എന്റർടൈൻമെന്റ് തന്നെയാടാ, അത് വിശാലിന്. അടുത്ത്, അരം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു അരം ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങളിവിടെ ഇനിയും നിങ്ങൾ എന്തിനാണ് ഓഡിയൻസ് വിശ്വസിക്കുന്നതെന്ന് അറിയത്തില്ല മുത്തു. അടുത്ത്, അത് മുത്തുവിനുള്ളതാണ്. അടുത്ത്, അരുൺ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഓഡിയൻസിനും ഹൗസ്മേറ്റ്സിനും ഒന്നും മനസ്സിലാവത്തില്ല, അവരുടെ എനർജിയും പോകും, അത് അരുണിന്. അടുത്ത്, ഒന്നും ചെയ്യാതെ ചെങ്കോലും പിടിച്ച് ഫൈനലിസ്റ്റ് വരെ എത്തിയ ആളാണ് പവിത്ര, ഒന്നും ചെയ്യുന്നില്ല. അടുത്ത്, അപ്പം അത് പവിത്രയ്ക്കുള്ളതാണ്. അടുത്ത്, ചെയ്യുന്നത് ക്യൂട്ടാണെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഇവിടെ പൊങ്ങിക്കയറുവാരല്ല, വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ സൗന്ദര്യെ? പറഞ്ഞാൽ സൗന്ദര്യ, ദീപക്കണ്ണ നിങ്ങൾ സേഫാണ്, നിങ്ങളുടെ കോപം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുന്നില്ല, നിങ്ങളൊരു ഹൈപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ദീപക്കൻ. അപ്പം ഇത്രയും ആ ചിറ്റിലുള്ള വായിക്കുന്നത് ഓഡിയൻസിൻ്റെ സാധനങ്ങളാണ്, അല്ലാതെ ഈ പറയുന്ന പോലെ ശിവ എഴുതിക്കൊണ്ട് വന്നതല്ല. അതിനുശേഷമാണ് സാച്ചന വരുന്നുണ്ടല്ലോ. അപ്പോൾ സാച്ചന പറയുകയാണ്, എനിക്കിവിടെ എന്നെ അവിടെ ചൈൽഡ് കിഡിഷ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു, എനിക്ക് 3 പേരെയാണ് പറയാനുള്ളത്. ഒന്ന് ജാക്ലിൻ, കാരണം ജാക്ലിൻ ഇവിടെ കടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. പിന്നെ സൗന്ദര്യക്ക് 4 പേര് എപ്പോഴും കൂടെ വേണം, കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട്. അരുൺ എനിക്ക് പിന്നെ ഹൈപ്പർ ആക്റ്റീവ് എന്നേ പറയാനുള്ളൂ. അടുത്ത്, പിന്നീടാണ് വർഷിനി പറയുന്നത്, ഒരു മിഡ് വീക്ക് എവിക്ഷൻ നാളെ നടക്കാൻ പോവുകയാണ്, ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കും, അപ്പം നമ്മൾ 8 പേരും ചേർന്നാണ് മിഡ് വീക്ക് എവിക്ഷൻ നടത്താൻ പോകുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം സാച്ചന മുത്തുവിൻ്റെ സംസാരിക്കുകയാണ്. വലിയവരെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ മുത്തു അണ്ണാ നിങ്ങൾ ഇന്നലെ, അപ്പം ഞാൻ വലിയവരെ വിളിച്ചുകൊണ്ട് വരും, എനിക്ക് അവസരം കിട്ടിയല്ലോ. ഫിനാലെ സ്റ്റേജിൽ ഞാൻ കപ്പ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ വലിയവരുടെ വീട്ടിലുള്ള എല്ലാവരും ഇവിടെ കാണും. പക്ഷെ മുത്തുവിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമൊക്കെ തന്നെയാണ്, അടുത്ത് ജോക്ക് പറയുന്നത്. ഇനിയാണ് മെയിൻ സംഭവം. സാച്ചന വിശാലിൻ്റെ അടുത്ത് പറയുകയാണ്, നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നീ അതിനൊരു ബൗണ്ടറി വെക്കണമായിരുന്നു വിശാലെ, നീ സ്പേസ് കൊടുത്തത് തെറ്റാണ്. അപ്പോൾ വിശാല്, തർഷികയ്ക്ക് ഞാൻ സ്പേസ് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അൻഷിതയോട് ഞാൻ മിണ്ടിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം തർഷിക പോയതിനു ശേഷം? അപ്പോൾ സാജന, നീ 2 പേരോട് കാണിച്ചതിലും ഒരു വ്യത്യാസവും ഇല്ല. തർഷിക പോയതും അതേ സ്പേസ് ഉടനെ നീ അൻഷിതയ്ക്ക് കൊടുത്തു. 2 പേരെയും നീ ലവ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ലവ് എന്നുള്ളതല്ല, നീ ഇവിടെ യു ആർ നോട്ട് എ ലവർ ബോയ് നൗ, യു ആർ എ പ്ലേ ബോയ്. വിശാൽ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇവിടെ കാണിക്കുന്ന ഒരു പ്രണയം വ്യക്തിയല്ല, നിന്നെ ഇവിടെ കളിക്കാരനായിട്ടാണ് നിന്നെ ഇവിടെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വേറെ എന്തിനോ വേണ്ടിയിട്ടാണ്, മനസ്സിലായല്ലോ, എനിക്കത് വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല, കോപ്പറേറ്റ് വരും. നീ വേറെ എന്തിനോ വേണ്ടിയിട്ടാണ് ഇവരെ തർഷികയും അൻഷിതയൊക്കെ ഇവിടെ കറക്കി നടക്കുന്നത് എന്നാണ് പുറത്ത് വരുന്ന സാധനം. മനസ്സിലായോ? അതാണ് നിന്റെ ഉദ്ദേശം ശരിയല്ല എന്നുള്ള സാധനമാണ് പുറത്ത് വരുന്നതെന്ന്. പക്ഷേ വിശാലിന് ഈ സാധനം കിട്ടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2ാമത്തെ ആഴ്ചയിൽ സൗന്ദര്യം എന്തോ മുത്തുവിൻ്റെ ദേഹത്തോ തൊടയിലോ എന്തോ കൈവച്ചതിന് ഈ വിശാല് സൗന്ദര്യം അതിനകത്ത് പറഞ്ഞ് പരത്തിയത്. സൗന്ദര്യം തൊടുന്നത് ശരിയല്ല, സൗന്ദര്യയുടെ നോട്ടം ശരിയല്ല, അവൾ ആണുങ്ങളെ നോക്കുന്നത് പല ഉദ്ദേശത്തോടു കൂടിയാണ് എന്നെല്ലാം പറഞ്ഞ് പരത്തിയ ഒരാളാണ് ഈ വിശാല്. അത് ഇപ്പം കഴിഞ്ഞ ആഴ്ച അവൻ്റെ ഫ്രണ്ട് വന്നിട്ടാണ് അതെല്ലാം തിരിച്ചത്. അപ്പം
കർമ്മ ഈസ് ബൂമറാങ്. നമ്മൾ ഒരു തവണ ഒരാൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റാണ് നമുക്ക് തിരിച്ചടിക്കും. അത് അന്ന് സൗന്ദര്യെ പറഞ്ഞു ഒരു അർത്ഥവും ഇല്ലാതെ. ഇന്ന് ആ സാധനം വിശാൽ ചെയ്തു. വിശാൽ സംഭവം അതിനു വേണ്ടി തന്നെയാണെന്നാണ് അതിനകത്തുനിന്ന് കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്നത്. അതേ സാധനം വിശാൽ ചെയ്തത് വിശാലിനെ തിരിച്ചടിച്ച് കണക്കായിപ്പോയെന്നേ പറയാൻ പറ്റത്തുള്ളൂ ആ ഒരു കാര്യത്തിന്. അതിനുശേഷം വിശാൽ അപ്പോൾ ഒരുമാതിരി അങ്ങാവുന്നു. വിശാൽ പറഞ്ഞു, നീ എന്താ ഈ പറഞ്ഞെന്നുള്ള അർത്ഥം നിനക്കറിയാമോ? പ്ലേ ബോയ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ സാജന? അപ്പോൾ സാജന പറഞ്ഞു, എനിക്കറിയാം, ഇവിടെ നിങ്ങൾ കാണിക്കുന്ന ക്യൂട്ടാണ് എന്നുള്ളതാണ് നിങ്ങളുടെ വിചാരം, പക്ഷെ അല്ല, ഈ പ്ലേ ബോയ് എന്നുള്ള സാധനമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് സാജന എഴുന്നേറ്റ് പോകുന്നു. വിശാൽ ഭയങ്കര കരച്ചിൽ. റയാനും ജാക്കലിനും വന്ന് ചോദിക്കുന്നു, എന്താ കാര്യം? വിശാൽ പറഞ്ഞു, സാജന എന്നെ പ്ലേ ബോയ് എന്ന് പറഞ്ഞു. അവള് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുമാതിരി ആയിപ്പോയി. അപ്പോഴത്തേക്കും മുത്തു അങ്ങോട്ട് വരുന്നുണ്ട്. എടാ, നീ പറഞ്ഞത് എന്താ, നീ ഇവിടെ പറഞ്ഞത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ അത് നീ തിരുത്തണം. അപ്പോൾ ജാക്കലിൻ പറഞ്ഞു, നീ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് അക്സെപ്റ്റ് ചെയ്ത് തിരുത്തണം. അപ്പോൾ വിശാൽ പറയുന്നു, 2 ഗേൾസിൻ്റെ ലൈഫാണ് ഇപ്പം ഞാൻ കാരണം ഇങ്ങനെ ആയിരിക്കുന്നത്, എന്ത് ചെയ്യുമെന്തോ. അപ്പോൾ ബിഗ് ബോസ് എല്ലാം പറഞ്ഞ് ഇന്ന് വന്നിട്ടുള്ള 8 പേര് എല്ലാ കാര്യം അറിയാമല്ലോ, പുറത്ത് നടക്കുന്ന ഈ സാധനം എല്ലാം പറഞ്ഞു. എന്നിട്ട് ബിഗ് ബോസ് എല്ലാം തിന്നിട്ട്, ഇനി നിങ്ങൾ പുറത്തെ കാര്യങ്ങൾ പറയരുത്, നിങ്ങൾ ഇവിടെ കളിക്കാനല്ലേ വന്നത്, അപ്പോൾ നിങ്ങൾ കളിക്കുക. ഇനി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോർ വഴി എടുത്ത് വെളിയിൽ കളയും, എങ്ങനെ വേണോ കരുതാം, ഭീഷണിയോ എന്ത് വേണോ കരുതാന്ന് പറയുന്നു. അപ്പം എല്ലാ കാര്യം പറഞ്ഞു എന്നിട്ടാണ് ബിഗ് ബോസ് പറയുന്നത്. ബിഗ് ബോസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ എല്ലാം പറയാനൊക്കെ വിട്ടത് കേട്ടോ, വേറെ കാര്യം. എന്നിട്ട് വിശാലും അരുണും കൂടി രാത്രി സംസാരിക്കുന്നു. വിശാൽ പറയണം, തർഷിക, അൻഷിത അവരകത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെ 8 പേരെയും പൂട്ടണം. കാരണം ഇവർ 8 പേരും അങ്ങനെയാണ് പറയുന്നത്. രാത്രി വരെ എല്ലാവരും എന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ വന്നവർ മുതൽ സാജന വരെ എന്നെ പ്ലേ ബോയ് എന്ന് പറഞ്ഞു. അപ്പോൾ അരുൺ, എടാ, നീ 8 പേരെ കാര്യമല്ല നോക്കാനുള്ളത്, 2 ആഴ്ചയുള്ള കളിക്ക് ഗെയിം കളിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോ. രാത്രി വിശാൽ വീണ്ടും കരയുന്നു ഒറ്റയ്ക്ക്. തർഷു, സോറി, ഇന്റൻഷ്യലി ഞാൻ ചെയ്തതല്ല, പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണ്, സോറി. അസിനെ, സോറി, പക്ഷെ നിന്റെ ലൈഫിൽ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ കൂടെ കാണും എന്ന് പറയുന്നു. പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങാനൊക്കെ ഭയങ്കര ജോളിയായിട്ട് സാജനയും സൗന്ദര്യയും കൂടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോടൊക്കെ സംസാരിച്ചില്ല എന്നൊക്കെ സാജന പരാതിയൊക്കെ പറയുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള പ്രധാന സംഭവം. എന്തായാലും വിശാലിന് കർമ്മ ഈസ് ബൂമറാങ് തിരിച്ച് കിട്ടി. അർണവിന്റെ കുറച്ച് ഷോ ഓഫ് ഉണ്ടായിരുന്നു. നമുക്ക് നാളെ നോക്കാം, മിഡ് വീക്ക് നടക്കുമെങ്കിൽ നാളെ ആയിരിക്കും, അത് കാണുന്നത് മറ്റന്നാളായിരിക്കും. വെയിറ്റ് ചെയ്യുക, എന്ത് ട്വിസ്റ്റാണ് വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പം നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.